ഹായ് കൂട്ടുകാരെ, അപ്പം എല്ലാവർക്കും ശാലിനിൻ്റെ കൂട്ടുകാരി വ്ളോഗ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഒത്തിരി നാളായില്ലേ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പം ഞാൻ ഇന്ന് വന്നത് എന്താണെന്നറിയാമോ? ഇന്ന് ഞാൻ വന്നത് നമുക്കൊക്കെ സ്ത്രീകളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഒരു 40 വയസ്സ് കഴിഞ്ഞ നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കണം? ഇതെന്നെ കാണുന്ന ബാക്കിയുള്ള ആണുങ്ങളൊക്കെ എന്നോട് ദേഷ്യപ്പെടരുത്. ഞാനൊരു പെണ്ണുങ്ങളുടെ ഒരു മൈൻഡാണ് കേട്ടോ പറയണത്. നമ്മൾ ആർക്ക് വേണ്ടി ഇത്ര നാളും ജീവിച്ചത്, ഇനി നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കണം? ഒരു പെണ്ണ് ഒരു കൊച്ചായിരിക്കുമ്പോൾ തൊട്ട് അവരുടെ അച്ഛനും അമ്മയും പറയണ കാര്യങ്ങൾ കേട്ട് അവരുടെ ഒരു ഇതിൽ നമ്മൾ ജീവിക്കണം. പിന്നെ നമ്മൾ കുറച്ചൊരു ഇതായി കഴിയുമ്പോൾ നമ്മൾ ചെറിയ സ്വാതന്ത്ര്യമൊക്കെ എടുക്കാറായി കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ ഒരു ഇതിൽ നടക്കും. പക്ഷേ അപ്പോഴും നമുക്കൊരു സ്വാതന്ത്ര്യമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ, സ്വാതന്ത്ര്യം മീൻസ് നമ്മുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ ഞാൻ പറയണത്. നമ്മുടെ ഇഷ്ടങ്ങൾക്കൊന്നും ഒരു അച്ഛനമ്മയും പറയണത് ഇതിനെ ചെയ്താൽ മതി നീ, അപ്പം നമ്മളതേ ചെയ്യുള്ളൂ. അല്ലാതെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഇതില്ല. പിന്നെ ഒരു ജോലിയായി കഴിയുമ്പം അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ പറയും, ഇപ്പോൾ അവൾ ജോലിക്കാരിയായി, പിന്നെ അവൾക്ക് ആരെയും വക വെക്കണ്ട എന്നുള്ള വീട്ടിൽ നിന്നുള്ള ഒരു ഇത് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചാൽ അവർ പറയണ കാര്യങ്ങൾ തന്നെ ചെയ്യും. അത് കഴിഞ്ഞത്തെ സ്റ്റെപ്പാണ് കല്യാണം എന്ന് പറയണത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് വേറെ വീട്ടിലോട്ട് വരണം. അവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് ഒരിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുമോ, നമ്മളിപ്പോൾ അവരൊരു കാര്യം പറയുമ്പോൾ നമ്മൾ നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവർ പറയണ കാര്യങ്ങളൊക്കെ കേട്ടങ്ങ് ജീവിക്കും. പിന്നെ അവരുടെ ഇഷ്ടങ്ങൾ ഒക്കെ നോക്കി അങ്ങ് ജീവിക്കും. പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ആളായി കഴിയുമ്പോൾ പിള്ളേരൊക്കെ ആയി കഴിയുമ്പോൾ പിള്ളേരുടെ ഒരിതിന് വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി ഒന്നും ജീവിക്കാറില്ല, അല്ലേ? എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞ് അമ്മയൊക്കെ ആയിക്കഴിഞ്ഞാൽ ലൈഫേ വേറൊരു ഇതിലാണ് പോണത്. പിന്നെ കാരണം നമുക്കൊരിഷ്ടങ്ങളും ഇഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ വലിയ ഇഷ്ടങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ. ഒരു ഫുഡാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പം കോമൺ ആയിട്ടും അവിടെ ഉള്ളവരുടെയൊക്കെ ഒരു ഇഷ്ടത്തിനനുസരിച്ചായിരിക്കുള്ളൂ നമ്മുടെ ഫുഡ് പോണത്. അപ്പം ഞാൻ പറയണത് നമ്മൾ അങ്ങനെ ഒരു ഇതിൽ പോകണമെന്നല്ല പറയണത്. എന്നാലും നമ്മുടെ ഇഷ്ടങ്ങൾ ചെറിയ ചെറിയ ഇഷ്ടങ്ങളാണെങ്കിൽ പോലും നമ്മളത് വേണ്ടെന്ന് വയ്ക്കണം. പിന്നെ പിള്ളേരൊക്കെ ആയി കഴിയുമ്പം ഒന്നും മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല, ഒന്നും മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഒന്നും മര്യാദയ്ക്ക് കുളിക്കാൻ പോലും പറ്റില്ല. കുഞ്ഞു കൊച്ചൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, സ്ത്രീകൾക്ക് എല്ലാവർക്കും ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു കുട്ടിയായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫേ വേറെ വഴിക്കാണ് പോണത്. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് നമ്മുടെ ഒരു ഇഷ്ടങ്ങൾ നോക്കിയരാം. മിക്കവാറും പിള്ളേരൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി കഴിച്ച് അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഇട്ട് കഴിച്ച് ഒരു ഒട്ടപ്പാച്ചിൽ അങ്ങനെ ആയിരിക്കും നമ്മൾ പോണത്. അപ്പോൾ പിന്നെ വീട്ടുകാരുടെയൊക്കെ ഇഷ്ടങ്ങൾ നോക്കി ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ പോണത്. അപ്പം ഞാൻ പറയണത് ഒരു 40 വയസ്സ് വരെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ മതിയെന്നേ. പിന്നെ 40 വയസ്സ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ കാര്യങ്ങളും കൂടി, നമുക്ക് എത്ര നാളുണ്ട് ആയുസ്, അല്ലേ? നമുക്ക് നമ്മുടെ ലൈഫിൽ ഇന്നത്തെ കാലത്ത് 40 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അവസാന കാലമായി. മാക്സിമം ഒരു 60 വയസ്സ്. കണ്ണിലെന്തോ പോയി, കണ്ണിൽ കൂടെ വെള്ളം വന്നു. അപ്പോൾ മാക്സിമം ഇപ്പോൾ ഒരു 60 വയസ്സൊക്കെ വരികയുള്ളൂ. അപ്പം നമ്മൾ ഒരു 40 വയസ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രോഗിയായി, പിന്നെ നമ്മൾ ഇങ്ങനെ ആർക്കോ വേണ്ടി ജീവിക്കണം, അങ്ങനെ ഒരു പോക്കാണ് എല്ലാവരും. അപ്പം ഞാൻ പറയണത് നമുക്കാകെ ഒരു ലൈഫുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ഫുഡ്, ഞാൻ പറയണ ഭർത്താവിൻ്റെ വീട്ടുകാരെ ധിക്കരിച്ച് ജീവിക്കണം അങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ പറയണത്. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ കുറേശ്ശെ നോക്കണം എന്നാണ് ഞാൻ പറയണത്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഇഷ്ടങ്ങളും നോക്കാറില്ല എന്നുള്ളത് എല്ലാ സ്ത്രീകൾക്കും അറിയാതെ, പക്ഷെ ഒക്കെ ഭർത്താക്കന്മാർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. കാരണം അവരതൊന്നും അങ്ങനെ ശ്രദ്ധിക്കണ ഒരു ഇതല്ല. ആരും എല്ലാവരെയും കേട്ടോ ഞാൻ പറയണത്. അപ്പം നമുക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കാം, നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോവാം, അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ പറയണേ. അല്ലാതെ വലിയ 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 ഇങ്ങനെ അവരെ ധിക്കരിച്ച് ജീവിക്കണമെന്നോ പിള്ളേരെ നോക്കാതെ ജീവിക്കണമെന്നോ ഇങ്ങനെയൊന്നുമല്ല ഞാൻ പറയണത്. 40 വയസ്സ് കഴിഞ്ഞാൽ നമുക്കൊക്കെ വേണ്ടി കുറച്ച് ജീവിക്കണമെന്നേ. നമുക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കാം, നമുക്കിഷ്ടമുള്ളിടത്തൊക്കെ പോവാം, നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. ഇതൊക്കെ ഏറ്റവും കൂടുതൽ കല്യാണം കഴിഞ്ഞ് പെൺപിള്ളേർ അനുഭവിക്കുന്ന ഒരു ഡ്രസ്സ് ഭർത്താവിന് ഇഷ്ടമല്ല. ഞാൻ ആ ഡ്രസ്സ് ഇടുന്നത് ഭർത്താവിന് ഇഷ്ടമല്ല, അല്ലേ ചിലപ്പോൾ വേറെ പല കാര്യങ്ങളിലായിരിക്കും അങ്ങനെ നടക്കുന്നത് ഭർത്താവിന് ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ അവിടെ പോണത് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും.
നമുക്കിഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇനി എന്നാ ഇടണേ അല്ലേ? നമ്മുടെ ജീവിതം കഴിയാറായി. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, നമുക്കിഷ്ടമുള്ള പോലെ നമ്മൾ മേക്കപ്പ് ചെയ്ത് നടക്കുക. ഇതൊക്കെ ഇനി നമുക്ക് അധികം സമയമൊന്നുമില്ല. അപ്പം നമ്മളതൊക്കെ ചെയ്ത് നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നല്ല ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് നമുക്ക് കുറച്ച് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ജീവിക്കണമെന്ന് പറയണതിലോട് യോജിക്കണവരൊന്ന് പറയണം കേട്ടോ. കാരണം അവരെ ധിക്കരിച്ച് ജീവിക്കാനല്ല ഞാൻ പറയണത്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയും കേട്ടോ. ഞാൻ പറയണത് നിങ്ങൾ വേറെ രീതിയിൽ എടുക്കരുത്. ഞാൻ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പം ഇത്ര വയസ്സായി, ഇനിയിപ്പോൾ നമ്മൾ എത്ര കാലം ജീവിക്കും? ഇപ്പം ലൈഫിനൊന്നും യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് നമ്മളിനി നമുക്കുള്ള കുറച്ച് ലൈഫ് നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം, എല്ലാത്തിനും ഭർത്താവിനോട് നമ്മൾ പൈസ ചോദിക്കുമ്പോൾ ഒരു തരും, പക്ഷേ അപ്പോഴും ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി പാർട്ട് ടൈം ആയിട്ടോ അല്ലെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റണതൊക്കെ ആയ ജോലികൾ നമുക്ക് ചെയ്യാം. പിള്ളേരൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അല്ലെ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞവരോ ഒക്കെ ആയിരിക്കും. അപ്പോഴും നമുക്ക് സ്വന്തമായി ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എടുത്ത് എന്തെങ്കിലും ചെയ്യുമ്പം നമുക്കതൊരു ആരോടും ചോദിക്കണ്ട. ഇപ്പോൾ ഒരു 10 രൂപയുടെ ഒരു സാധനം മേടിക്കണമെങ്കിൽ പോലും നമ്മൾ ചോദിക്കുമ്പം തരാം എന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട്